ആയിട്ടുള്ളൂ. മക്കളെ, അപ്പൊ നമുക്ക് 1,00,000 സബ്ബായി. നിങ്ങളെല്ലാരും സപ്പോർട്ടോടും പിന്തുണോടും മാത്രമാണ് എനിക്കിത് കിട്ടിയത്. അപ്പൊ ഇതിന്റെ ഒരു സ്വപ്നമായിരുന്നു പ്ലേ ബട്ടൺ കിട്ടുകയെന്ന് പറയുന്നത്. എന്റെ സ്വപ്നമായിരുന്നു. ഒരുപാട് ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇത് കിട്ടിയത്. അപ്പൊ അതാ നമ്മുടെ ചാനലിന്റെ പേര് ബിസ്മി വ്ലോഗ് എന്നൊക്കെ എഴുതിയിട്ടാണ്. ഞാൻ ആദ്യമായിട്ടാണ് പ്ലേ ബട്ടൺ അടുത്തുനിന്ന് ഇങ്ങനെ കൈയോണ്ട് തൊടുന്നത്. ആദ്യമായിട്ടാണ്, നമുക്ക് സ്വന്തമായിട്ട് കിട്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ അതായത് നമ്മൾ എന്താ പറയേണ്ടതെന്ന് അറിയാൻ എനിക്ക് ഭയങ്കര സന്തോഷായി. ഒരുപാട് പിന്നെ നാളത്തെ പ്രയത്നം കൊണ്ട് മാത്രമാണ്, നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട് മാഷാ അല്ലാഹ്. പിന്നെ എന്താ പറയേണ്ടത് എനിക്കറിയില്ല, സന്തോഷം കൊണ്ട്. അപ്പൊ എല്ലാരും യൂട്യൂബേഴ്സ് ആയിട്ടുള്ള എല്ലാരും അതാ പിന്നെ നല്ലോണം പിന്നെ എന്താ പറയാ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇത് പ്ലേ ബട്ടൺ എന്ന് പറയുമ്പോ യൂട്യൂബിന്റെ അംഗീകാരം കിട്ടി മക്കളെ. ഇനി അവിടെ കൂട്ടിക്ക. അങ്ങനെ നമുക്ക് യൂട്യൂബിന്റെ അംഗീകാരം കിട്ടിയിരിക്കുന്നു. നമുക്ക് 1,00,000 സബ്സ്ക്രൈബ് കഴിഞ്ഞു. ഇപ്പൊ 1,11,000 സംതിങ് സബ്സ്ക്രൈബ് ഇപ്പൊ ആയിട്ടുണ്ട്. 1,00,000 സബ്സ്ക്രൈബ് ആയില്ല. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇതിന്റെ നന്ദി എങ്ങനെയാണ് നിങ്ങളോട് പറയേണ്ടത് എനിക്കറിയില്ല. ഇനിയും ഇവിടുന്ന് അങ്ങോട്ടും നിങ്ങളെ പിന്തുണ, സഹായം, സപ്പോർട്ടൊക്കെ വേണം. നിങ്ങൾ കണ്ടല്ലോ നമ്മളെ ഈ വീട് പണി 2 വർഷം 7 മാസമായി തുടങ്ങിയിട്ട് ഇതിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് മാത്രമാണ് നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോണത്. ഇനി നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എന്റെ ഈ വീട് പണി തീരുള്ളൂ. അപ്പൊ നിങ്ങൾ എല്ലാരും സപ്പോർട്ട് വേണമെന്നൊക്കെ ഒന്ന് പറയാനില്ലേ? അപ്പോൾ അതാ എൻ്റെ അനിയത്തിയും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ പ്ലേ ബട്ടൺ പൊട്ടിക്കുമ്പോൾ. അപ്പോൾ അവരാണ് വീഡിയോ എടുത്തിരുന്നത്. അപ്പോൾ ഇത് ഞങ്ങൾ വണ്ടൂർ പോയിട്ടാണ് വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഞാനും കുഞ്ഞാണിയൊക്കെയും വണ്ടൂർക്ക് പോയിട്ടാണ് വാങ്ങിക്കൊണ്ടുവന്നത്. ബൈക്കിനാണ് കേട്ടോ പോയത്. കൊറിയറായിട്ട് വണ്ടൂരിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വണ്ടൂരിലേക്ക് പോകുന്ന ഒരു വീഡിയോയും കൂടെ കാണണേ കൂട്ടുകാരെ. നമുക്ക് പ്ലേ ബട്ടൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഒരു വീഡിയോ എടുത്തതാണ്. അതിങ്ങനെ കൊറിയറായിട്ട് വരികയാണ് ചെയ്യുക കേട്ടോ. വണ്ടൂർക്കാണ് വന്നിരിക്കുന്നത്. വണ്ടൂർക്ക് വാങ്ങാൻ പോവുകയാണ് കേട്ടോ. ബൈക്കിനാണ് പോണത്. അപ്പം എന്നാൽ അതൊരു വീഡിയോ എടുക്കാമല്ലോ വിചാരിച്ചു. എന്താ പറയുക, കുറേ കാലമായിട്ട് അത് കിട്ടും തരുന്ന കിട്ടിയിരിക്കണ്. അപ്പം അത് വാങ്ങാൻ പോവുകയാണ്. അപ്പം ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ടില്ല. അപ്പം ഇങ്ങനെ പറയും ഹെൽമെറ്റ് വെക്കാതെ വണ്ടി പോണ് പറയും. അപ്പം ഞങ്ങൾ മെല്ലെയാണ് പോണത് കേട്ടോ. ഈ അങ്ങാടി എത്തിയിട്ടില്ല. അങ്ങാടിക്ക് എത്തിയാൽ ഞാനിങ്ങനെ വീഡിയോ എടുക്കൂല. പിന്നെ പോകുന്ന വീഡിയോ ആണ് കേട്ടോ. ഇന്ന് ഇപ്പോൾ ഈ പോകുമ്പോൾ എന്താ പറയുക, മഴ കുറവുണ്ട്. മഴയില്ല, നല്ല വെയിലും വെളിച്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ തന്നാ ഇങ്ങനെ വണ്ടിപ്പോൾ പോകുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ എന്താ പറയുക, ഒരു ഇതുണ്ട്, വാതിൽ നമ്മളെ അകത്തെ ടോയ്ലറ്റിന്, പുതിയ വീടിൻ്റെ ടോയ്ലറ്റിന് റൂമിനൊന്നും വാതിലില്ല. അപ്പോൾ അത് ഒന്ന് നോക്കും വേണം. അതിൻ്റെ മോഡലും അതിൻ്റെ റേറ്റൊക്കെ ഒന്ന് നോക്കും വേണം. 2 ഷോക്കായി. അതിന് വേണ്ടിയിട്ടാണ് പോണത്. ഞങ്ങൾ പോണ വഴിയിൽ ഇറക്കണമെങ്കിൽ നിറച്ച് റബ്ബറാണ്. അപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും, റബ്ബറിൻ്റെ ഒരു നാടാണ് കേട്ടത്. കണ്ടില്ലേ? കുഞ്ഞാണിയാക്ക വെട്ടണ റബ്ബർ ടാപ്പിങ്, ഞങ്ങൾ റബ്ബർ ടാപ്പിങ് വെട്ടണ തോട്ടാണ് കേട്ടോ. പിന്നെ ഇനി വരാൻ പോണത് ഇത് കേട്ടോ. ഈ കാണുന്നത് ഇവിടെയാണ് കുഞ്ഞാണിയാക്ക. ഈ തോട്ടത്തിലാണ് ഞാനും കുഞ്ഞാണിയാക്ക ഇപ്പോൾ വെട്ടിയിരുന്ന വ്ലോഗ് കണ്ടത് കേട്ടോ. അപ്പോൾ എന്താ ഇതിങ്ങനെ പോവുകയാണ്. മഴ കുറവായതുകൊണ്ട്, മഴ ഇല്ലാത്തതുകൊണ്ട് നല്ല രസത്തിൽ പോകാൻ കേട്ടോ. മഴ പെയ്താൽ പോകാൻ കഴിയും. ആദ്യമൊക്കെ ഞാൻ ഇതിൽ തന്നെയായിരുന്നു സ്ഥിരമായിട്ട് അങ്കണവാടിക്ക് പോയത്. ഇപ്പോൾ
അങ്കണവാടിക്ക്. നമ്മുടെ വീടിൻ്റെ അടുത്തായതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടി പോകേണ്ട കാര്യമില്ല. നമ്മളെ നാട്ടിൽ കൂടെ മടിയൊന്നുമല്ല. എന്താണിക്ക? ഇപ്പൊ സ്കൂളിലിട്ട ടൈമാണ്. പക്ഷെ നമ്മളങ്ങാടിക്ക് എത്തിയിട്ടില്ലല്ലോ. നമ്മളെ നാട്ടിൽ കൂടെ റോട്ടിൽ കൂടെ അല്ലേ പോണത്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ല എല്ലാവർക്കും? ഡ്രസ് ഞാൻ ശരിക്കും പിടിച്ചിട്ട് സ്പീഡ് കുറവാണ്. ആരും ഒന്നും പറയണ്ട. കമന്റിൽ തന്നെയാണ് പോണത്. എനിക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പറയും. നല്ല സൂപ്പറായിട്ട് നമ്മളിങ്ങനെ പോവുകയാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോടും ഫോളോവേഴ്സിനോടും ഇങ്ങനെയാണ് പോയത് എന്നൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊരു വീഡിയോ. ബൈക്കിനാണ്. ആദ്യമൊക്കെ അത് വീട്ടിൽ കൊണ്ടുവന്ന് തരികയാണ്. ഇപ്പോഴാണ് പോസ്റ്റ് വഴി ബാംഗ്ലൂർ ചെന്നൈയിൽ നിന്നാണ് ഇത് വരുന്നത്. ചെന്നൈയിൽ നിന്നാണ് വരുന്നത്. ബാംഗ്ലൂരിൽ തന്നെ വിളിച്ചിരുന്നു. ഇംഗ്ലീഷിലാട്ടോ മുഴുവന് പറയണത്. എനിക്കൊന്നും മനസ്സിലാവില്ല. ഭാഷാമോളല്ലേ. പിന്നെ എനിക്ക് ഇത് ശരിയാക്കി തന്നിട്ടുള്ളത് നമ്മുടെ യൂട്യൂബിൻ്റെ എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇത് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. പറഞ്ഞത് ഷെഫിക്ക് പറഞ്ഞത് ഒരു യൂട്യൂബറാണ്. യൂട്യൂബിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. നമുക്ക് എല്ലാം ചെയ്തു തരും. പിന്നെ കുറഞ്ഞ പൈസയിൽ അയാൾ ചെയ്യാനുണ്ട്. അതിന് മാത്രമേ നമുക്കൊന്നും കിട്ടുള്ളൂ. പിന്നെ അറിയുന്ന ആൾക്കാർക്ക് വിഷയമല്ല. എനിക്കൊന്നും അറിയില്ല. ഒരുപാട് ആൾക്കാർക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. യൂട്യൂബിന് എന്ത് ഇഷ്യൂസ് വന്നാലും യൂട്യൂബ് സംബന്ധമായിട്ടുള്ള എന്ത് ഇഷ്യൂസ് വന്നാലും അദ്ദേഹം ശരിയാക്കി തരും. ഷെഫീഖ് എന്നാണ് പേര്. KVS ഒക്കെ ഷോർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല മനുഷ്യനാണ്. നല്ല മനുഷ്യൻ എന്ന് പറയുമ്പോൾ ചെറിയൊരു ചെറുക്കനാണ്. യൂട്യൂബിനെ കുറിച്ചിട്ട് ഒരുപാട് വിവരങ്ങൾ